നമസ്കാരം. ഭാരതത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ എടുത്തു നോക്കിയാൽ അതിലെ 10ാമത്തെ സ്ഥാനത്ത് പോലും നമ്മുടെ തിരുവനന്തപുരം ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിനു മുമ്പ് 6 or 7 സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ തിരുവനന്തപുരം ഇന്ന് വളരെയധികം പുറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. പക്ഷെ പല കാര്യങ്ങളിലും നമ്മുടെ തിരുവനന്തപുരം ഏറെ മുന്നിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധനമുള്ള ക്ഷേത്രം നമ്മുടെ അനന്തപുരിയിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വനിതകൾ ഒത്തുചേരുന്ന ഒരു ഉത്സവം നടക്കുന്ന ക്ഷേത്രം നമ്മുടെ തിരുവനന്തപുരത്തെ ആറ്റുകാൽ ദേവീക്ഷേത്രമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ ജില്ലയിലാണ്, ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ. ഇനി ഭാവിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖം ഉണ്ടാവുവാൻ വേണ്ടി പോകുന്നതും നമ്മുടെ തിരുവനന്തപുരത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ അന്താരാഷ്ട്ര തുറമുഖം 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഏഷ്യയിലെ ഏറ്റവും വലിയ നഗരമായി മാറിയേനെ നമ്മുടെ തിരുവനന്തപുരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പദവിയിലേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ ഇനി കാണുമോ എന്നുള്ള കാര്യവും സംശയമാണ്. എങ്കിലും ഭാവി തലമുറയ്ക്ക് ഈ തിരുവനന്തപുരം ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ വരുന്ന സഞ്ചാരികൾക്ക് കാണുവാൻ പറ്റുന്ന ഏതൊക്കെ സ്ഥലം ഉണ്ട്, അവ സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് വിശദീകരിക്കുന്ന വീഡിയോ കൂടിയാണ് ഇത്. എല്ലാവരും ആദ്യാവസാനം ഇത് കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ശ്രീ പത്മനാഭസ്വാമി പള്ളികൊള്ളുന്ന പരിപാവനമായ ക്ഷേത്രം പത്മതീർത്ഥക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധനമുള്ള ക്ഷേത്രം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനിതകൾ ഒത്തുചേരുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രം. വർഷത്തിലൊരിക്കൽ പൊങ്കാല നാളിൽ ഇവിടെ 25 ലക്ഷത്തിലധികം വനിതമാരാണ് ഒത്തുചേരുന്നത്. പഴവങ്ങാടി ശ്രീ ഗണപതി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ട് മുൻവശം കിഴക്കേക്കോട്ടയിലാണ് ഈ ക്ഷേത്രം. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ശ്രീവരാഗം ക്ഷേത്രം പടിഞ്ഞാറേക്കോട്ടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ ക്ഷേത്രക്കുളമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. പിതൃക്കൾക്ക് മോക്ഷമേകുന്ന പുണ്യനഗരിയാണ് തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ പിതൃതർപ്പണത്തിന് വേണ്ടി എത്തുന്നത്. ചെങ്കൽ ശിവക്ഷേത്രം ലോകത്തെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ക്ഷേത്രമാണ് ചെങ്കൽ ക്ഷേത്രം. നെയ്യാറ്റിൻകരയ്ക്ക് സമീപമാണ് ഈ ക്ഷേത്രം. ആഴിമല ശിവക്ഷേത്രം ഗംഗാദേവിയെ തിരുജടയിൽ ചൂടി നിൽക്കുന്ന ശിവഭഗവാന്റെ ഈ അത്ഭുതമായ വിഗ്രഹം ആരെയും ആകർഷിക്കും.
കുതിരമാളിക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് കുതിരമാളിക സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ കൊട്ടാരമാണ് കുതിരമാളിക. ഉദിയന്നൂർ ദേവീക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്നിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഉദിയന്നൂർ ദേവീക്ഷേത്രം. മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ പ്രാന്തം ചാന്നാൻ സൈനികരിൽ നിന്നും ഒളിപ്പിച്ച, ശത്രുക്കളിൽ നിന്നും ഒളിപ്പിച്ച അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കൂടിയാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. മുടവൂർപാറ ഗുഹാക്ഷേത്രം നൂറുകണക്കിന് അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് എഴുത്താവൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. മൂന്ന് കൊടിമരങ്ങളുള്ള അത്യപൂർവമായ ക്ഷേത്രമാണ് ഒറ്റശേഖരമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം. കനകക്കുന്ന് കൊട്ടാരം സെക്രട്ടറിയേറ്റ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, കേരള നിയമസഭാ മന്ദിരം, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ്, കവടിയാർ കൊട്ടാരം, കാഴ്ച ബംഗ്ലാവ്, കോവളം, വർക്കല ബീച്ച്, പൊന്മുടി, വേളിക്കായൽ, തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, പൂവാർ, കാപ്പിൽ ബീച്ച് വർക്കല, ടെക്നോ പാർക്ക് തിരുവനന്തപുരം, രാജ ചട്ടമ്പിസ്വാമികളുടെ ജന്മഗൃഹം കണ്ണമ്മൂല, ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ചെമ്പഴന്തിയിലെ വയൽവാരം വീട്,
ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിസ്ഥലം വർക്കലയിലെ ശിവഗിരി. KSRTC ബസ് ടെർമിനൽ ആക്കുളം കായൽ. മഹാത്മാ അയ്യങ്കാളി സ്മാരകം വെങ്ങാനൂർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മാൾ തിരുവനന്തപുരം ലുലു മാൾ. പാളയം പള്ളി. വെട്ടുകാട് പള്ളി. ഭീമാപള്ളി തിരുവനന്തപുരം. കരിക്കകം ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം. ജനാർദ്ദന സ്വാമി ക്ഷേത്രം വർക്കല. ശാർക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. കാര്യവട്ടം സ്റ്റേഡിയം. നെയ്യാർ ഡാം. പേപ്പാറ ഡാം. അരുവിക്കര ഡാമും അരുവിക്കര ദേവീക്ഷേത്രവും. തൊഴുവൻകോട് ദേവീക്ഷേത്രം. ഇളംകുളം മഹാദേവ ക്ഷേത്രം. ശ്രീ കുമാരനാശാൻ സ്മാരകം തോന്നയ്ക്ക്. ശാന്തിഗിരി ആശ്രമം പോത്തങ്കോട്. പൗർണമി നാളിൽ മാത്രം നട തുറക്കുന്ന പൗർണമിക്കാവ് ക്ഷേത്രം വെങ്ങാനൂർ. ബൊട്ടാണിക്കൽ ഗാർഡൻ പാലോട്. ശംഖുമുഖം. വെള്ളായണി കായലും വെള്ളായണി ദേവീക്ഷേത്രവും. മലയങ്കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കോട്ടൂർ ആനപരിപാലന കേന്ദ്രം.
വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രം, കിളിമാനൂർ കൊട്ടാരം, കോയിക്കൽ കൊട്ടാരം നെടുമങ്ങാട്, ശ്രീ പത്മനാഭ സ്വാമിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഇനിയും ധാരാളം സ്ഥലങ്ങൾ കാണുവാൻ വേണ്ടിയുണ്ട്. ധാരാളം പുണ്യക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. അതൊക്കെ വിശദീകരിക്കുവാൻ നമുക്ക് ഈ വീഡിയോ കൊണ്ടൊന്നും സാധിക്കില്ല. ധാരാളം ക്ഷേത്രങ്ങളും പള്ളികളും സ്ഥാപനങ്ങളും ഹോട്ടലുകളും അമ്പരചുംബികളായ കെട്ടിടങ്ങളുമൊക്കെ ഈ അനന്തപുരിയിൽ ഉണ്ട്. കായലും കടലും നദികളും ഒക്കെ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച അനന്തപുരിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.